ആഷിഖ് അബു ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു. നേതൃത്വത്തിന് കാപട്യമെന്ന ആരോപണം. സിനിമയുടെ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയിൽ നിന്ന് സംവിധായകൻ ആഷിഖ് അബു രാജിവെച്ചു. കാപട്യം നിറഞ്ഞവരാണ് ഫെഫ്കയുടെ നേതൃത്വത്തിലുള്ളതെന്ന് ആരോപിച്ചാണ് ആഷിഖ് അബുവിൻ്റെ രാജി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെതിരെ ശക്തമായ വിമർശനവുമായി ആഷിഖ് അബു രംഗത്ത് വന്നിരുന്നു. ഉണ്ണികൃഷ്ണൻ്റെ നിശബ്ദത സംഘടനയുടെ നിശബ്ദമായി കാണരുതെന്നും ഫെഫ്കയുടെ മൗനം ചർച്ച ചെയ്യപ്പെട്ടെന്നും ആഷിഖ് അബു ആരോപിച്ചിരുന്നു. വേട്ടക്കാരുടെ കൂടെയാണ് ഈ സംഘങ്ങൾ എന്ന് തെളിയിക്കുന്നുവെന്നും ആഷിഖ് അബു കൂട്ടിച്ചേർത്തു. വിനയൻ ഉന്നയിച്ചിരിക്കുന്നത് തികച്ചും ന്യായമായ കാര്യമാണ്. പല സംഘടനകളും പിഴ അടച്ചതാണ്. 2002 മുതൽ ഞാൻ സിനിമാ ജീവിതം തുടങ്ങിയതാണ്. ഈ പറയുന്ന കാര്യത്തിനൊക്കെ സാക്ഷിയുമാണ്. എന്തുകൊണ്ടാണ് മാക്ട പുലർന്നതെന്നും അത് എന്തിനാണ് പുലർത്തിയതെന്നും അറിയാമെന്നും ആഷിഖ് അബു ആരോപിച്ചു. ഓം നമഃ ശിവായ. മലപ്പുറം എസ്.പിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരവുമായി PV അൻവർ MLA. മലപ്പുറം എസ്.പിയുടെ ഔദ്യോഗിക വസതി മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച PV അൻവർ MLA. വെള്ളിയാഴ്ച രാവിലെ ഇവിടെ എത്തിയ MLA കുത്തിയിരുന്നാണ് പ്രതിഷേധിക്കുന്നത്. ലൈഫ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, SP-യുടെ അഹങ്കാരം അവസാനിപ്പിക്കുക എന്നെഴുതിയ മരമുറിയുമായി ബന്ധപ്പെട്ടതുമായ ഫ്ലെക്സ് ബോർഡിൽ മുന്നിലിരുന്നാണ് അൻവറിൻ്റെ പ്രതിഷേധം. സമരം SP ശശിധരൻ്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിലായിരുന്നു കുത്തിയിരിപ്പ് സമരം നടന്നത്. വിവിധ വിഷയങ്ങളിലാണ് പ്രതിഷേധമെന്നും MLA-യുടെ മറുപടി ലൈഫ് പദ്ധതി അട്ടിമറിച്ചു, വിവരം ചോർത്തി, മരം മുറിച്ചു എന്നിങ്ങനെയാണ് പ്രതിഷേധത്തിന് കാരണം പറഞ്ഞത്. SP MLA-യെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന സന്ദേശവും പുറത്തു വന്നു. പാലക്കാട്ടെ സ്മാർട്ട് സിറ്റി കേരളം വികസന കുതിപ്പിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപന വ്യവസായ നഗരം പദ്ധതി പാലക്കാട് കഞ്ചിക്കോട് നടപ്പിലാക്കുന്നു. പുതുശ്ശേരിയിലാണ് പദ്ധതി. കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 1000-ഓളം കമ്പനികളാണ് കഞ്ചിക്കോട് ഉള്ളത്. ഈ സ്മാർട്ട് സിറ്റി പദ്ധതി കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ സംസ്ഥാനം വൻ വികസന കുതിപ്പിലേക്ക് മാറുമെന്നാണ് പറയുന്നത്. ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരു ഇടനാഴി കോയമ്പത്തൂർ വഴി കൊച്ചിയിലേക്ക് നീളുന്നു. കൊച്ചി ബാംഗ്ലൂരു വ്യവസായ ഇടനാഴിക്കാണ് കേന്ദ്രം അനുമതി നൽകിയത്. പുതുശ്ശേരി സെൻട്രൽ വില്ലേജിൽ 1137 ഏക്കർ, വെസ്റ്റ് വില്ലേജിൽ 240 ഏക്കർ, കണ്ണമ്പ്ര വില്ലേജ് 313 ഏക്കറുമാണ് പദ്ധതിക്കായി ഏറ്റെടുത്തിരിക്കുന്നത്. 3806 കോടിയുടെ പദ്ധതി. 1710 ഏക്കറിലാണ് സ്മാർട്ട് സിറ്റി വരുന്നത്. 8729 കോടിയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. പദ്ധതികൾ വെട്ടിച്ചുരുക്കുന്നു. മുൻ വർഷങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ചെലവുകൾ മാറ്റിവെക്കുകയോ 25-30% വരെ അടങ്കൽ കുറയ്ക്കുകയോ ആണ് ചെയ്തിരുന്നത്. ഇത്രയും വെട്ടിക്കുറിക്കാനും മാറ്റിവെക്കാനും തീരുമാനമായിരിക്കുന്നത് ആദ്യമാണ്. വാർഷിക പദ്ധതി അടങ്കൽ പകുതിയിലേറെ വെട്ടിക്കുറിക്കാൻ ആണ് നീക്കം. മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത് അതുതന്നെയാണ്. അനിവാര്യമല്ലാത്ത പദ്ധതികൾ ഒഴിവാക്കും. ദൈനംദിന ചെലവുകൾക്കും അടക്കം ഓണക്കാലത്തും സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കും. ജയസൂര്യക്കെതിരെ രണ്ടാമത്തെ പീഡന കേസ് കൂടി. തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് ആരോപിച്ചാണ് തിരുവനന്തപുരം സ്വദേശിയായ യുവനടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിനിയായ യുവനടിയാണ് പരാതി നൽകിയിരിക്കുന്നതെന്നും കരമന പോലീസ് ആണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസ് തൊടുപുഴയിലേക്ക് മാറ്റുമെന്നാണ് അറിയുന്നത്. മോഹൻലാൽ അടക്കമുള്ള താരങ്ങളുടെ കൂടെ അഭിനയിച്ച നടിയാണ് ജയസൂര്യക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. DGPക്ക് ഓൺലൈൻ വഴിയാണ് പരാതി നൽകിയതെന്നും തുടർന്ന് കരമന പോലീസ് നടിയുടെ മൊഴി രേഖപ്പെടുത്തി സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കം വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തിരിക്കുന്നത്.
മന്ത്രി സജി ചെറിയാൻ വിവാദങ്ങൾ കൊണ്ട് പ്രശസ്തനാണെന്ന് മുൻ മന്ത്രി സി ദിവാകരൻ തുറന്നടിച്ചു. മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ വിവാദങ്ങൾ കൊണ്ട് പ്രശസ്തനാണെന്ന് CPI നേതാവ് സി ദിവാകരൻ മന്ത്രിയെ വേദിയിലിരുത്തിയാണ് ദിവാകരൻ്റെ പരാമർശം ഉണ്ടായത്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ദിവാകരൻ്റെ പരാമർശം നടത്തിയത്. അതിലൊന്നും കുലുങ്ങാതെ നിൽക്കുന്ന സജി ചെറിയാനെ എനിക്കിഷ്ടമാണ്, ചുമ്മാ പറയട്ടെ എന്ന അതിനൊന്നും തല കൊടുക്കേണ്ടതില്ലെന്നും മറുപടി പറയുകയും വേണ്ട എന്നായിരുന്നു പരാമർശം. സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമ കേസുകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കെ വിവാദങ്ങളൊക്കെ കാലം തെളിയിക്കുമെന്ന് ദിവാകരൻ പറഞ്ഞു. ഇങ്ങനെ പോയാൽ മതിയോ? ഈ സിനിമ വളരെ വ്യത്യസ്തമായ കേരളത്തിൽ സാംസ്കാരികമായ പാരമ്പര്യം അനുസരിച്ചുള്ള എല്ലാ സമീപനങ്ങളും സിനിമാ ലോകത്ത് ഉണ്ടാകണം. സിനിമാ മേഖലയെ ചിട്ടപ്പെടുത്തി എടുക്കുക എന്നുള്ള സർക്കാരിൻ്റെ ഉദ്ദേശമാണ് താൻ കരുതുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുകേഷ് വിഷയത്തിൽ നോ കമൻറ്റ്. മാധ്യമങ്ങളെയാണ് കുറ്റപ്പെടുത്തിയത് മന്ത്രി സജി ചെറിയാൻ. മുകേഷിൻ്റെ വിഷയത്തിൽ മാധ്യമങ്ങൾക്കെതിരെ മന്ത്രി സജി ചെറിയാൻ എന്തും ആരെപ്പറ്റി എപ്പോഴും പറയാൻ ഒരു മടിയും കാണിക്കാത്ത അവസ്ഥയിലാണ് മാധ്യമങ്ങൾ. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം, അതിനെതിരെ നിലപാടുകൾ സ്വീകരിക്കണം. പക്ഷേ അത് എങ്ങനെ സമൂഹത്തെ ബാധിക്കുന്നതിനെ പറ്റി കൂടി ചിന്തിക്കേണ്ടി വരുമെന്നും അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞു. സിനിമാ നയരൂപീകരണ കമ്മിറ്റി അല്ല നയം രൂപീകരിക്കേണ്ടത്, സർക്കാരും ക്യാബിനറ്റും ചേർന്നാണ് എന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോഴത്തെ കമ്മിറ്റിയുടെ ചുമതല സിനിമാ നയത്തിൻ്റെ പ്രാഥമിക രൂപം തയ്യാറാക്കൽ മാത്രമാണെന്നും മന്ത്രി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദത്തിൽ ശക്തമായി പ്രതികരിച്ച് തമിഴ് നടൻ വിശാലും നടി ഷക്കീലയും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് നടക്കുന്ന വിവാദങ്ങൾ പ്രതികരിച്ച് പ്രമുഖ നടൻ വിശാൽ തൻ്റെ കാഴ്ചപ്പാട് വെട്ടിത്തുറന്നു പറഞ്ഞു. നടിമാരെ ആക്രമിക്കുകയും പിടിച്ചു വലിക്കലും ശ്രമിച്ചാൽ കാലിൽ ചെരുപ്പൂരി തല്ലണം, എത്ര വലിയവനായാലും നേരിടാം. സിനിമാ മേഖലയിലും കമ്മിറ്റി രൂപീകരിക്കും. സ്ത്രീകളോട് അതിക്രമം കാണിക്കുന്നവർ ഭ്രാന്തന്മാരാണ്. കേസിൽ കുടുങ്ങിയാൽ ജാമ്യത്തിനു വേണ്ടി അലയാൻ പാടില്ല, ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാവണമെന്നും വിശാൽ പറഞ്ഞു. നടി ഷക്കീല സ്വന്തം അനുഭവങ്ങൾ സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന ഇത്തരം അതിക്രമങ്ങൾ കാണാനിടയായിട്ടുണ്ട്. വാതിലുകളിൽ മുട്ടുന്നതെല്ലാം സർവ്വസാധാരണ സംഭവമാണ്. എത്രയോ സംഭവങ്ങൾ ഷക്കീല നേരിൽ കണ്ടതായും അവർ പറഞ്ഞു. അയൽ സംസ്ഥാന ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവരുടെ ഇത്തരം അനുഭവങ്ങൾ നേരിട്ടവരാണ്. രൂപശ്രീ എന്ന നടിയെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. രേഷ്മ, മറിയ പോലുള്ള എത്രയോ നടികൾ എന്നോട് പരാതികൾ പറഞ്ഞിട്ടുണ്ട്. കാരവനിൽ വസ്ത്രം മാറാൻ മാത്രമല്ല സംവിധാനം, എല്ലാ കാര്യങ്ങൾക്കും അവിടെ സംവിധാനമുണ്ട്, അതെല്ലാം അതിൽ നടക്കുന്നുമുണ്ട്. അതിനുവേണ്ടിയാണ് ഈ കാരവൻ തന്നെ ഉണ്ടാകുന്നത്. പവർ ഗ്രൂപ്പുണ്ട്, മോഹൻലാലും മമ്മൂട്ടിയും മുകേഷും പോലെയുള്ളവർ തന്നെയാണ് പവർ. അവരെല്ലാം ചേർത്താണ് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവരുടെയൊക്കെ ആധിപത്യമുള്ളത് എല്ലാവർക്കും കൃത്യമായി അറിയാം. പലരും എന്നോട് അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരോടെല്ലാം ഞാൻ നോ പറഞ്ഞ് തിരിച്ചയച്ചിട്ടുമുണ്ട്. അന്ന് ഞാൻ വളരെ ബിസിയായിരുന്നു. അതിനെയെല്ലാം പ്രതികരിക്കാൻ പുറകെ പോകാനും എനിക്ക് സമയമില്ലായിരുന്നു. അതുകൊണ്ട് പ്രശ്നമുണ്ടാക്കിയില്ല. മൂട്ട് സംഭവത്തിലൊന്നും ഇപ്പോൾ പരാതികൾ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പോൾ തന്നെ ചെരുപ്പൂരി അടിക്കണമെന്നായിരുന്നു ഷക്കീല പറഞ്ഞത്. ഇപ്പോൾ അവരെല്ലാം കിഴവന്മാരായി കഴിഞ്ഞു കാണും. ഇപ്പോൾ പരാതി പറഞ്ഞിട്ട് എന്ത് കാര്യമെന്നും ഷക്കീല പറഞ്ഞു.